Hi dear students, let's talk history. So, കുറേ പേര് എന്നോട് ചോദിച്ചു ആർക്കിയോളജിയുടെ പേപ്പർ മാത്രമേ മിസ് ഡിസ്കസ് ചെയ്യുള്ളൂ, ബാക്കി പേപ്പറുകളൊന്നും ഡിസ്കസ് ചെയ്യത്തില്ലേ? എന്നാൽ കേട്ടോ, മിസ് ആർക്കിയോളജി മാത്രമല്ല 6th സെമ്മിലെ എല്ലാ പേപ്പറുകളും നമ്മൾ ക്ലിയർ ചെയ്ത് പോകും. എല്ലാ പേപ്പറുകളും എക്സാമിന് മുമ്പ് നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിട്ടേ നമ്മൾ എക്സാം എഴുതാൻ പോവുകയുള്ളൂ. ഓക്കെ, നമ്മളല്ല നിങ്ങൾ. ഓക്കെ, സോ നിങ്ങളെല്ലാവരും വൃത്തിയായിട്ട് പഠിച്ചിരിക്കണമെന്ന് ടീച്ചർക്ക് നല്ല നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് ഓരോ സബ്ജക്റ്റുകളും എടുത്ത് തീർക്കും. നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ വരുവാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ. ഓക്കെ, ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കാം. സോ മേക്കിംഗ് ഓഫ് കണ്ടംപററി ഇന്ത്യയിൽ നമ്മൾക്ക് ഞാൻ ഓൾറെഡി സിലബസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സിലബസ് കാണാത്തവർ ഒന്ന് പോയി നോക്കുക, എന്തൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുള്ളതെന്ന് നിങ്ങൾ നോക്കുക. നമ്മുടെ ഈ ഒരു സിലബസിൽ നമുക്ക് 4 മൊഡ്യൂളാണ് ഇവിടെ പഠിക്കുവാനുള്ളത്. നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് പഠിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. 4 മൊഡ്യൂളിൽ 2 മൊഡ്യൂൾ നമ്മൾ ഇന്ത്യ നേഷൻ ഇൻ ദ മേക്കിങ്ങിൽ പഠിച്ചതാണ്. ദെൻ 3rd and 4th മൊഡ്യൂള് ബേസിക് എക്കണോമിക്സ് എന്ന് പറയുന്ന 2nd സെമ്മിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. എല്ലാവരും പിന്നും ബുക്കും ഒക്കെ എടുത്ത് ഷോർട്ട് നോട്ടൊക്കെ എഴുതാൻ റെഡി ആയിട്ടിരുന്നോളൂ കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മളിവിടെ പഠിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യ നേഷൻ ഇൻ ദ മേക്കിങ്ങിൽ പഠിച്ച ടോപ്പിക്ക് തന്നെയാണ്. അവിടെ നമ്മൾ ചെറുതായിട്ടേ പഠിക്കുന്നുള്ളൂ, അതിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പഠിക്കുകയാണ്. കുറച്ച് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഈ 1935 ആക്ടിനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് essay ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. സോ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എങ്ങനെ ചോദിച്ചാലും ഞാൻ ആൻസർ ചെയ്യുമെന്നുള്ള ഉറപ്പോടെ വേണം നമ്മളിത് പഠിക്കുവാൻ. ഇത് നമുക്കൊരു കഥ പോലെ പഠിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് വായിക്കാം, എന്നിട്ട് നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. The Government of India Act 1935 was one of the most important legislative measures enacted by the British Parliament to govern British India. ഓക്കെ, 1935 ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് ആരാണ് കൊണ്ടുവന്നത്? ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക്. എന്തിനാ? ഇന്ത്യൻ പാർലമെൻറ്റിൽ ബ്രിട്ടീഷ് ഇന്ത്യ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളൊരു ലെജിസ്ലേറ്റീവ് മെഷറാണ്, അല്ലെങ്കിൽ നിയമസഭ തീരുമാനങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതായത് അവർ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ തരുവാണ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. The act marked a significant shift towards Indian self-government. It proposed a federal structure, granted provincial autonomy, and expanded the electoral base in response to growing demands for increasing Indian participation in governance. അതായത് ഇന്ത്യക്കാർ നിരന്തരമായിട്ട് ഇവരോട് എന്ത് പറഞ്ഞു? നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, നിങ്ങൾക്ക് ഇവിടെ യാതൊരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞ് അവസാനമായപ്പോൾ ഇവർ വൃത്തികെട്ടു. പോയേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായപ്പം ഇവരെന്ത് ചെയ്തു? ഓക്കെ, ഞങ്ങൾ നിങ്ങളെ ഈ എങ്ങനെയാണ് ഒരു രാജ്യം ഭരിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞു തന്നേച്ച് പോകാം എന്നും പറഞ്ഞിട്ട് അവർ കുറേ അവരുടെ ഗവേണൻസ് കുറച്ചുകൂടി ഒന്ന് ലിബറൽ ആക്കി തരാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് ഒരു ഫെഡറൽ സ്ട്രക്ചർ കൊണ്ടുവന്നു, പ്രൊവിൻഷ്യൽ ഓട്ടോണമി അവർ നമുക്ക്, അതായത് പ്രാദേശിക സ്വയംഭരണമൊക്കെ പ്രൊവൈഡ് ചെയ്തു തന്നു. അത് തന്നെ ഇലക്ട്രൽ ബേസ്, അതായത് എലക്ഷൻ നടത്തുന്നത് കുറച്ചുകൂടെ ഒന്ന് ലിബറൽ ആക്കാൻ അവർ തീരുമാനിച്ചു, എക്സ്പാൻഡ് ചെയ്തു. ദെൻ ഇന്ത്യക്കാരുടെ ഡിമാൻഡുകളൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് അംഗീകരിക്കുവാൻ അവർ തീരുമാനിച്ചു. Despite its limitations and the British continuing dominance, the act laid the groundwork for India's constitutional development and eventual independence in 1947. ഇതൊക്കെ ചെയ്തു. പക്ഷെ ബ്രിട്ടീഷുകാർ അവസാനം ഇതൊക്കെ ഞങ്ങൾ ചെയ്തു തരും, പക്ഷെ സുപ്പീരിയർ പവർ ഞങ്ങളായിരിക്കും, അത് പറയാതെ അവർ ചെയ്യുന്നു. നമ്മളോട് പറയാതെ തന്നെ അവർ കൊണ്ടുവരുന്ന നിയമങ്ങളിലൊക്കെ അവരൊരു പിടുത്തോടെ പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പം ഇന്ത്യക്കാർ ഇതൊന്നും സമ്മതിച്ചില്ല എങ്കിലും ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റിന് ഒരു ഗ്രൗണ്ട് വർക്കായിട്ട്, അല്ലെങ്കിൽ ഒരു അടിത്തറ പാകുവാൻ ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് സാധിച്ചു. അതുപോലെ തന്നെ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസിലേക്ക് നയിക്കുവാനും ഈ ഒരു ആക്ടിന് സാധിച്ചു എന്നാണ് പറയുന്നത്. ദെൻ
The Government of India Act 1935 was a significant constitutional reform enacted by the British Parliament with 451 clauses and 15 schedules. 451 ക്ലോസുകളും 15 ഷെഡ്യൂൾസും അടങ്ങുന്നതായിരുന്നു എന്തെന്ന് പറയുന്നത് 1935 ഈ ഒരു ആക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ദ ആക്ട് ഗ്രാൻഡഡ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി. ആക്ട് എന്ത് ചെയ്തു? പ്രൊവിൻഷ്യൽ ഓട്ടോണമി അല്ലെങ്കിൽ പ്രാദേശിക സ്വയംഭരണം. ഞാൻ മലയാള മീനിങ്ങുകൾ പറയുന്നത്, കുറച്ച് പേരെന്നോട് മലയാളത്തിൽ നോട്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. നോട്ട്സ് നമുക്ക് മലയാളത്തിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ടുകൾ മലയാളത്തിൽ തന്നെ എഴുതിയെടുക്കുവാൻ ശ്രമിക്കുക. അല്ലാതെ മലയാളത്തിലും ഇംഗ്ലീഷിലും കൂടി നോട്ട്സ് തരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. സോ എന്താണ്? പ്രൊവിൻഷ്യൽ ഓട്ടോണമി പ്രൊവൈഡ് ചെയ്തത്, പ്രാദേശിക സ്വയംഭരണം നൽകുക. ദെൻ എക്സ്പാൻഡഡ് ദ ഇലക്ടറേറ്റ് ടു 10%. ഇലക്ടറേറ്റ് എന്ത് ചെയ്തു? 10% കൂടി വർദ്ധിപ്പിച്ചു. അതായത് തിരഞ്ഞെടുപ്പിൽ 10% വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? 10% ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തി. അല്ലാതെ 10% ബ്രിട്ടീഷുകാരെ ഒഴിവാക്കുമല്ലേ ഇത്. അവരെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യക്കാരെ 10% കൂടി ഇലക്ടറേറ്റിൽ ഉൾപ്പെടുത്തി. അല്ലെങ്കിൽ എന്താ, ഇലക്ഷനിൽ വോട്ടിംഗ് പവർ 10% ഇന്ത്യക്കാർക്ക് കൂടി സ്വാതന്ത്ര്യം നൽകി. ദെൻ ആൻഡ് ക്രിയേറ്റഡ് എ ഫെഡറൽ കോർട്ട്. ഒരു ഫെഡറൽ കോർട്ട് ക്രിയേറ്റ് ചെയ്തു. ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് elected legislatures and Indian ministers but retained key powers for the British Crown and Governor General. എന്താണ്? ഇവരെന്ത് ചെയ്തു? ലെജിസ്ലേറ്ററിനെ എലക്ട് ചെയ്തെടുത്തു, ഇന്ത്യൻ മിനിസ്റ്റേഴ്സിനെയൊക്കെ അവർ എലക്ട് ചെയ്തെടുത്തു. പക്ഷെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവേഴ്സ് ബ്രിട്ടീഷ് ക്രൗണിനും അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജാവിനോ അല്ലെങ്കിൽ രാജ്ഞിക്കോ അതുപോലെ തന്നെ ഗവർണർ ജനറലിനുമായിരിക്കും. ഇൻക്ലൂഡിങ് കൺട്രോൾ ഓവർ ഡിഫൻസ്. ഡിഫൻസിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ്. ഫോറിൻ അഫയേഴ്സ് അവരുടെ കയ്യിലാണ്. അതുപോലെ തന്നെ വീറ്റോ അതോറിറ്റി, വീറ്റോ അധികാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? UN വീറ്റോ അധികാരത്തെക്കുറിച്ച്. അതുപോലെ തന്നെ ഇന്ത്യയിലെ വീറ്റോ പവറും അവർക്കാണ്. അപ്പം നമ്മൾ എന്ത് തീരുമാനം കൊണ്ടുവന്നാലും അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ എന്ന് സാരം. ദീസ് ലിമിറ്റേഷൻസ് ഫ്യൂവൽഡ് ദ ഡിമാൻഡ് ഫോർ ഫുൾ ഇൻഡിപെൻഡൻസ്. ഇത് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. അതായത് ഇന്ത്യക്കാര് ഇൻഡിപെൻഡൻസ് വേണം എന്ന് പറഞ്ഞു. ഇന്ത്യൻ നാഷണലിസ്റ്റുകളൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് തന്നെയാണ് നല്ലത്, നിങ്ങൾക്ക് ഇവിടെ യാതൊരു അധികാരവും ഇല്ല, നിങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങളുടെ രാജ്യം ഇങ്ങനെ നോക്കണമെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കുള്ളിടത്തോളം സംസ്കാരമൊക്കെ മതി, നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള സംസ്കാരമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പണ്ട് തൊട്ടേ സംസ്കാരമുള്ളവരാണ് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് വിട്ടോ മോനെ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പായിട്ടാണ് ഈ 1935 ആക്ട് ഇവർ കൊണ്ടുവരുന്നത്. അവിടെയും ഇവരെന്ത് ചെയ്തു? നമ്മുടെ അധികാരത്തെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചു. അവർ ഒരുപാട് ലെജിസ്ലേറ്റീവ് മെഷേഴ്സൊക്കെ കൊണ്ടുവന്നെങ്കിലും അവസാനത്തെ അതായത് ഒരു ഇമ്പോർട്ടൻറ്റ് പവേഴ്സ് ബ്രിട്ടീഷ് ക്രൗണിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ രാജാവിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഗവർണർ ജനറലിൻ്റെ കയ്യിലായിരിക്കും. അതുപോലെ തന്നെ ഡിഫൻസൊക്കെ ഇവർ പിടിച്ചെടുക്കുവാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മളെന്താ അവരുടെ കയ്യിലെ കളിപ്പാവയോ, അതുപോലെ ആയിപ്പോകും. അതുപോലെ തന്നെ ഫോറിൻ അഫയേഴ്സ് ഇതൊക്കെ ഇവരുടെ കയ്യിലാണ്. ദെൻ വീറ്റോ അതോറിറ്റിയും ബ്രിട്ടീഷുകാർക്ക് തന്നെയാണ്. ദെൻ പിന്നെ നമുക്ക് എന്താണ് അധികാരമുള്ളത്? ഇവിടെ അവരുടെ അധികാര പരിധിയിൽ വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് നടത്താം, അല്ലെങ്കിൽ എന്താ അതിലും ഫോറിൻ അഫയേഴ്സ് അവരുടെ കയ്യിലാണ്. നമുക്ക് സ്വന്തം രാജ്യത്ത് മാത്രം ട്രേഡ് നടത്തുകയോ അല്ലെങ്കിൽ ഇലക്ഷനിൽ പങ്കെടുക്കുവാനുള്ള അധികാരമോ അവകാശമൊക്കെ തന്നു. വേറെ ഒരു അവകാശങ്ങളും ഇല്ല. പിന്നെ നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ഇതിനെ അംഗീകരിച്ചില്ല എന്ന് വേണം പറയാൻ. സോ എന്താണ് ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട്. ഇറ്റ്സ് ബാക്ക്ഗ്രൗണ്ട്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് പുറത്തു വരുന്നത്? സെവറൽ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ആൻഡ് ഡിമാൻഡ്സ് ഫോർ ഗ്രേറ്റർ ഓട്ടോണമി ഇൻ ഇന്ത്യ ഇൻഫ്ലുവൻസ്ഡ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ആക്ടിലേക്ക് നയിച്ച കുറച്ച് കാരണങ്ങളുണ്ട്. അതായത് ഒരുപാട് പൊളിറ്റിക്കൽ ഇവൻറ്റുകൾ, രാഷ്ട്രീയപരമായ സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ അരങ്ങേറുകയുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൂർണ്ണ സ്വരാജ് വേണം, പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് ഇന്ത്യക്കാർ മുറവിളി കൂട്ടി. അപ്പം അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്റ്റാണ്.
അതിൽ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള ഇവൻറ്റുകളിൽ ഒന്നാണ് മൊണ്ടേഗോ ചെംസ്ഫോർഡ് റീഫോംസ് എന്ന് പറയുന്നത്. മൊണ്ടേഗോ ചെംസ്ഫോർഡ് റീഫോംസ് 1919 നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. It introduced hierarchy in provinces, giving elected Indian ministers control over certain areas. However, they fell short of self-government demands. എന്താണ് ഈ മൊണ്ടേഗോ ചെംസ്ഫോർഡ് റീഫോംസിലൂടെ എന്താണ് ഈ പ്രൊവിൻസുകളിൽ ഹൈറാർക്കികൾ കൊണ്ടുവരുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ എലക്റ്റഡ് ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് കൺട്രോൾ ഓവർ സർട്ടൻ ഏരിയസ്. ആ പ്രൊവിൻസുകളിൽ എന്താണ് ഇന്ത്യൻ മിനിസ്റ്റേഴ്സിന് സർട്ടൻ ഏരിയാസിൽ അവർക്ക് അതിൻ്റെ കൺട്രോൾ കൊടുക്കുന്നു. ബട്ട് എന്താണ് പക്ഷേ സെൽഫ് ഗവൺമെൻറ് ഡിമാൻഡുകൾ അവിടെ അനുവദിച്ചില്ല. അതോടെ ഈ മൊണ്ടേഗോ ചെംസ്ഫോർഡ് റീഫോംസും തകർന്നു പോയി. ദെൻ സൈമൺ കമ്മീഷൻ 1927 വന്നു. ദ കമ്മീഷൻ വാസ് ഫോംഡ് ടു റിവ്യൂ ദ 1990 reforms and it faced protests for excluding Indians. അതായത് മൊണ്ടേഗോ ചെംസ്ഫോർഡ് റീഫോംസിൻ്റെ ആക്ട് അല്ലെങ്കിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഭരണ റീഫോമുകൾ റിവ്യൂ ചെയ്യുവാൻ വേണ്ടിയിട്ട് വന്നവരാണ് ഈ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് എന്താണ് പറഞ്ഞത്? ഇത് നടപടിയായില്ല. ദെൻ 1930 റിപ്പോർട്ട് സജസ്റ്റഡ് മേജർ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ്. എന്താണ് 1930 ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചുകൾ കൊണ്ടുവരിക. അതായത് നമ്മളെ വെല്ലുവിളിച്ചു, അതായത് നമ്മുടെ ഇന്ത്യൻ നാഷണലിസ്റ്റുകളെ വെല്ലുവിളിച്ചു. അങ്ങനെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രിയാമ്പിൾ ഉണ്ടാക്കി കാണിച്ചതാ, ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി കാണിച്ചതാ എന്ന് ഇന്ത്യൻ നാഷണലിസ്റ്റുകളെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി വളരെ സന്തോഷത്തോടെ തന്നെ നമ്മുടെ ഇന്ത്യൻ നാഷണലിസ്റ്റുകൾ സ്വീകരിക്കുകയും വളരെ മികച്ച രീതിയിലുള്ളൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ഇൻ 1932. ഇറ്റ് വാസ് ഹെൽഡ് ഇൻ ലണ്ടൻ. These meetings exposed divisions among Indian leaders and emphasized the need for broader reforms. ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഒരു ഡിവിഷൻ വേണം എന്നുള്ളത് തീരുമാനത്തിലേക്ക് വരികയും ഇന്ത്യൻ ലീഡേഴ്സ് എന്താണ് കൂടുതൽ റീഫോംസ് ഞങ്ങൾക്ക് കൊണ്ടുവരണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത്, അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത് വരികയും ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് കമ്മ്യൂണൽ അവാർഡ് ഇൻ 1932. പ്രപ്പോസ്ഡ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ഫോർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് കോംപ്ലിക്കേറ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ലാൻഡ്സ്കേപ്സ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ലാൻഡ്സ്കേപ്സിനെ കോംപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് റിലീജിയസ് കമ്മ്യൂണിറ്റീസിനും സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് വേണമെന്ന് പറഞ്ഞതാണ് ഈ കമ്മ്യൂണൽ അവാർഡ്സ് എന്ന് പറയുന്നത്. അതായത് ഓരോ റിലീജിയസ് കമ്മ്യൂണിറ്റികൾക്കും സെപ്പറേറ്റ് ഇലക്ടറേറ്റുകൾ വേണമെന്ന് ആവശ്യം വന്നു. ദെൻ വൈറ്റ് പേപ്പർ ഇൻ 1933. വൈറ്റ് പേപ്പർ ഇൻ 1933 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ലേഡ് ദ ബേസിസ് ഫോർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ഒരു ബേസ് ആയത് ഈ വൈറ്റ് പേപ്പർ ആണെന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മേജർ പ്രൊവിഷൻസ്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലേക്ക് എത്തിയതെന്ന് പഠിച്ചു. ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ കൊണ്ടുവന്നിട്ടുള്ള മേജർ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് പുതുതായിട്ട് കൊണ്ടുവന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കിയത് എന്തെന്നൊക്കെയാണ് നോക്കാം. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 എസ്റ്റാബ്ലിഷ്ഡ് ആൻ ഓൾ ഇന്ത്യ ഫെഡറേഷൻ. ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. ദെൻ പ്രൊവിൻഷ്യൽ ഓട്ടോണമി കൊണ്ടുവന്നു. അതുപോലെ തന്നെ ആൻഡ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മലയാളത്തിൽ ഉഭയകക്ഷി നിയമസഭ എന്നൊക്കെ പറയും. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ കൊണ്ടുവന്നു വിച്ച് ഇൻക്രീസ്ഡ് ലോക്കൽ പവേഴ്സ്. അതിന് ലോക്കൽ പവേഴ്സ് കൂട്ടുകയായിരുന്നു മെയിനായിട്ട് നടന്നത്. ഡിസ്പൈറ്റ് ദീസ് ചേഞ്ചസ് ദ സെൻട്രൽ ഗവൺമെൻറ് റിമെയിൻഡ് അണ്ടർ ബ്രിട്ടീഷ് കൺട്രോൾ. എങ്കിലും എന്താണ് സെൻട്രൽ ഗവൺമെൻറ് ആരുടെ കൈകളിലാണ്? ബ്രിട്ടീഷുകാരുടെ കൈകളിൽ മാത്രമാണ്. ആൻഡ് ദ ആക്ട് വാസ് എൻഫോഴ്സ്ഡ് ഇൻ ഏപ്രിൽ 1937. 1937 ഈ ആക്ട് എൻഫോഴ്സ് ചെയ്യപ്പെടുന്നത്. മേജർ പ്രൊവിഷൻസ് ദാറ്റ് റീഷേപ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അതായത് ഈ 1935 ആക്ടിലൂടെ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഏതൊക്കെയാണ്? കോൺസ്റ്റിറ്റ്യൂഷനെ ഫ്രെയിംവർക്ക് ചെയ്തിട്ടുള്ള ബ്രിട്ടീഷുകാർ ഫ്രെയിംവർക്ക് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഓൾ ഇന്ത്യ ഫെഡറേഷൻ. എന്താണിത്? ദ ആക്ട് പ്രപ്പോസ്ഡ് എ ഫെഡറൽ സ്ട്രക്ചർ
ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് ഒരു ഫെഡറൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തു. ക്രിയേറ്റിംഗ് എ ഫെഡറേഷൻ ഓഫ് പ്രൊവിൻസസ് ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. പ്രൊവിൻസുകൾക്കും പ്രിൻസ്ലി സ്റ്റേറ്റുകൾക്കും ഒരു ഫെഡറേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫെഡറൽ സ്ട്രക്ചർ, ഓൾ ഇന്ത്യ ഫെഡറേഷൻ കൊണ്ടുവന്നു. ഹൗവെവർ ദ ഫെഡറേഷൻ നെവർ ഫുള്ളി മെറ്റീരിയലൈസ്ഡ് ഡ്യൂ ടു ദ റിലക്റ്റൻസ് ഓഫ് മെനി പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ടു ജോയിൻ. പക്ഷെ എന്താണ്, ഓൾ ഇന്ത്യ ഫെഡറേഷൻ കൊണ്ടുവന്നുവെങ്കിലും ഒരുപാട് പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുവാൻ നിരാകരിച്ചു, അല്ലെങ്കിൽ അതിനോട് വിസമ്മതിച്ചു. അപ്പം ഓൾ ഇന്ത്യ ഫെഡറേഷൻ കൊണ്ടുവരികയാണെങ്കിൽ എല്ലാ പ്രിൻസ്ലി സ്റ്റേറ്റുകളും അതിനകത്ത് ജോയിൻ ചെയ്ത് ഒരു ഒറ്റ രാജ്യമായിട്ട് ഉൾക്കൊള്ളാമെന്നായിരുന്നു പറഞ്ഞത്. അതിലൂടെയും എന്താണ്, ബ്രിട്ടീഷുകാർ അതിൻ്റെ അടിയിലൂടെ വേറെ പരിപാടികൾ ചെയ്തു. അവിടെ എന്താണ്, കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്ന് പറയല്ലേ, എല്ലാ പ്രിൻസ്ലി സ്റ്റേറ്റുകളിലും പ്രിൻസ്ലി സ്റ്റേറ്റുകളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ബ്രിട്ടീഷ്, അതായത് ഈ ഫെഡറേഷൻ, ഓൾ ഇന്ത്യ ഫെഡറേഷനിൽ ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല, നിങ്ങളുടെ പ്രിൻസ്ലി സ്റ്റേറ്റുകൾക്ക് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് വേണമെങ്കിൽ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാതെ, ഓൾ ഇന്ത്യ ഫെഡറേഷനിൽ ജോയിൻ ചെയ്യാതെ ഇരുന്നു. അതോടെ തന്നെ ഈ ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ എന്തായി, റിജക്റ്റഡ് ആയി. ദെൻ പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രാദേശിക സ്വയംഭരണം. പ്രൊവിൻസസ് വെയർ ഗ്രാൻഡഡ് സബ്സ്റ്റാൻഷ്യൽ ഓട്ടോണമി അലൗവിംഗ് ദം ടു ഗവേൺ ദംസെൽവ്സ് ഇൻ മോസ്റ്റ് ഏരിയാസ് എക്സെപ്റ്റ് ഫോർ മാറ്റേഴ്സ് സ്പെസിഫൈഡ് ആസ് സെൻട്രൽ ഏരിയ ആണ് എന്ന് പറയുന്ന ഏരിയകൾ ഒഴികെ ബാക്കി എല്ലാ ഏരിയകളിലും എന്താണ്, പ്രൊവിൻഷ്യൽ ഓട്ടോണമി നൽകി, അല്ലെങ്കിൽ പ്രാദേശിക സ്വയംഭരണ അധികാരം കൊടുത്തു. അവിടെ എന്താണ്, ആ ഏരിയയിലുള്ളവർക്ക് തന്നെ അവരുടെ ഗവേണിംഗ് പവർ ഉപയോഗിക്കാം, അവരുടെ പ്രൊവിൻഷ്യൽ ഓട്ടോണമി, പ്രാദേശിക സ്വയംഭരണം നടപ്പിലാക്കാം എന്ന് കൊണ്ടുവന്നു. ദെൻ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഭയകക്ഷി നിയമസഭ എന്ന് പറയും. ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ അറ്റ് ദ പ്രൊവിൻഷ്യൽ ലെവൽ ഇൻ സം പ്രൊവിൻസസ്. അതായത് മദ്രാസ്, ബോംബെ, ബംഗാൾ, യുണൈറ്റഡ് പ്രൊവിൻസസ്, ബീഹാർ, ആസാം എന്നീ സ്ഥലങ്ങളിലെല്ലാം എന്താണ്, ഈ പറയപ്പെടുന്ന പ്രൊവിൻഷ്യൽ സ്റ്റേറ്റുകളിലെല്ലാം എന്താണ്, രണ്ട് ബൈക്യാമറൽ ലെജിസ്ലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് നിയമസഭകളാണ്, നിയമനിർമ്മാണ സഭയും അതുപോലെ തന്നെ കാര്യനിർവഹണ സഭയും. ഇപ്പോൾ എന്താണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും നിലവിൽ വന്നു. ഈ രണ്ട് സഭകൾ കൂടിയാണ് ഇവിടുത്തെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. അപ്പം രണ്ട് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ കൊണ്ടുവന്നു. അതിനുശേഷം നെക്സ്റ്റ് വൺ ആണ് ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ഡിവൈഡഡ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ. സെൻട്രൽ ഗവൺമെന്റിന്റെയും പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകളുടെയും പവറിനെ എന്തായി, മൂന്നായിട്ട് തരംതിരിച്ചു. എന്താണ്, ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഫെഡറൽ ലിസ്റ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, എക്സ്ക്ലൂസീവ്ലി അണ്ടർ സെൻട്രൽ ഗവൺമെന്റ് കൺട്രോൾ. ഈ ഫെഡറൽ ലിസ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ കൺട്രോളിലാണ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ളവയാണ്. അവിടെ എന്താണ്, കവറിംഗ് ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ്, കമ്മ്യൂണിക്കേഷൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ്, അതായത് എന്താണ്, ഫെഡറൽ ലിസ്റ്റിന്റെ അണ്ടറിൽ വരുന്നവയാണ്. സെൻട്രൽ ഗവൺമെന്റ് കൺട്രോൾ ആണ്, അത് ഓട്ടോമാറ്റിക്കലി ബ്രിട്ടീഷുകാരുടെ കൺട്രോളിൽ വരുന്നവയാണ്. ദെൻ പ്രൊവിൻഷ്യൽ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സോൾലി അണ്ടർ പ്രൊവിൻഷ്യൽ ജൂറിസ്ഡിക്ഷൻ. എന്താണ്, പ്രൊവിൻഷ്യൽ ജൂറിസ്ഡിക്ഷന്റെ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ പ്രാദേശിക ഭരണത്തിന്റെ കീഴിൽ വരുന്ന, ജൂറിസ്ഡിക്ഷന്റെ കീഴിൽ വരുന്നതാണ് ഈ പ്രൊവിൻഷ്യൽ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് പോലീസ്, പബ്ലിക് ഹെൽത്ത്, അഗ്രികൾച്ചർ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്താണ്, നമുക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം. ഹെൽത്ത്, അഗ്രികൾച്ചർ, പോലീസ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് തലവേദന വരുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യക്കാരെടുത്തോ, അധികാരങ്ങൾ വരുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുക്കും എന്ന് ബ്രിട്ടീഷുകാർ പറയാതെ പറയുന്നു. ദെൻ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഷെയർഡ് അതോറിറ്റി ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സ്. പിന്നെ വന്നു നമ്മുടെ ബ്രിട്ടീഷുകാർ. അപ്പോൾ ഷെയർഡ് അതോറിറ്റി ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സ് കവറിംഗ് സബ്ജക്ട്സ് ലൈക്ക് ക്രിമിനൽ ലോ ആൻഡ് മാരേജ്.
ക്രിമിനൽ ലോ, അതുപോലെ മാരേജ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമെടുക്കുന്ന എന്താണ് സെൻട്രൽ ഗവൺമെന്റ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റും കൂടെ കൂടി ചേർന്നിട്ടാണ്. അതെവിടെയാണ് കൺകറന്റ് ലിസ്റ്റിലാണ് പറയുന്നത്. അങ്ങനെ ഗവൺമെന്റിന്റെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകളെ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റിന്റെ പവേഴ്സിനെ എന്താണ് 3ആയിട്ട് തരംതിരിച്ചു. ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. നെക്സ്റ്റ് കൊണ്ടുവന്ന പ്രൊവിഷൻ ആണ് എക്സ്പാൻഷൻ ഓഫ് ഫ്രാഞ്ചൈസ്. എക്സ്പാൻഷൻ ഓഫ് ഫ്രാഞ്ചൈസ് എന്ന് പറയുമ്പോൾ എന്താണ് വോട്ടിംഗ് റൈറ്റ്സ് വെയർ എക്സ്റ്റെൻഡഡ് ടു അപ്രോക്സിമേറ്റ്ലി 30 million people or roughly 10% ഓഫ് ദ പോപ്പുലേഷൻ. അതായത് വോട്ടിംഗ് റൈറ്റ്സ് 10% ഓഫ് പോപ്പുലേഷന്റെ 10% ആൾക്കാർക്ക് എന്താണ് വോട്ട് ചെയ്യാമെന്നുള്ളൊരു അധികാരം കൊണ്ടുവന്നു. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരോ 10%, ബാക്കി 90% ആൾക്കാർ ഇന്ത്യക്കാരല്ലേ, അവരെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല? അത് ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്താവുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ചെയ്ത ബുദ്ധിപരമായ നീക്കമാണെന്ന് ഓർക്കണം. ദ എക്സ്റ്റൻഷൻ വാസ് ബേസ്ഡ് ഓൺ ക്രൈറ്റീരിയ സച്ച് ആസ് പ്രോപ്പർട്ടി, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻകം which significantly increased the electorate compared to previous reforms. എന്താണ് ഈ ഇലക്ട്രൽ റൈറ്റ് അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ ബേസിലായിരുന്നു? അവർക്ക് അവരുടെ കൈവശമുള്ള പ്രോപ്പർട്ടി, അവരുടെ എഡ്യൂക്കേഷൻ, ഇൻകം, അതുപോലെ തന്നെ ഇതുപോലെയുള്ള സ്പെസിഫൈഡ് ക്രൈറ്റീരിയയിലുള്ളവർക്ക് മാത്രമാണ് എന്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്യുവാനുള്ള അവകാശം അല്ലെങ്കിൽ ഇലക്ഷനിൽ പങ്കെടുക്കുവാനുള്ള അവകാശമുള്ളൂ. അവിടെ തന്നെ എന്താണ് ഒരു ഡിസ്പാരിറ്റി വന്നു അല്ലേ. ദെൻ ഫെഡറൽ കോർട്ട് കൊണ്ടുവന്നു. ഫെഡറൽ കോർട്ട് ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ഫെഡറൽ കോർട്ട് വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1937. 1937 ഫെഡറൽ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. Nonetheless, the Privy Council in London remained the final court of appeal. ഇവിടെ ഒരു ഫെഡറൽ കോർട്ട് കൊണ്ടുവന്നാലും ഫൈനൽ അപ്പീൽ നമുക്ക് എവിടെ കൊണ്ടുപോകാം? PV കോർട്ട് ഇൻ ലണ്ടൻ, ലണ്ടനിലുള്ള പ്രിവി കോർട്ടിലേക്ക് മാറ്റപ്പെടും. ഫൈനൽ ഡിസിഷൻ എവിടെ എടുക്കുക? ബ്രിട്ടീഷുകാരെ എടുക്കുക. നമ്മൾ എന്തൊക്കെ തീരുമാനം എടുത്താലും അവസാനത്തെ ഡിസിഷൻ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ. പിന്നെ എന്തിനാ നമ്മൾ വെറുതെ ഒരു കാഴ്ചക്കാരായിട്ടൊരു പരിപാടി നടത്തുന്നത്? അടുത്തതാണ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ. കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ. ദ സിസ്റ്റം ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് വാസ് എക്സ്പാൻഡഡ് to include not only Muslims but also depressed classes, women and laborers, thereby expanding communal repressions. അതായത് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ കൂട്ടുക, ജാതിപരമായിട്ട് റെപ്രസെൻറ്റേഷൻ കൂട്ടുക. എന്താണ് ഡിപ്രസ്ഡ് ക്ലാസ്സുകളെ കൂടി, മുസ്ലിംസിനെ മാത്രമല്ല ഡിപ്രസ്ഡ് ക്ലാസ്സുകളെ കൂടി ഇലക്ട്രേറ്റിൽ ഉൾപ്പെടുത്തുക. സ്ത്രീകളെയും ലേബേഴ്സിനെയും ഒക്കെ എക്സ്പാൻഡ് ചെയ്ത് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ കൂട്ടുക എന്നുള്ള ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നു. നെക്സ്റ്റ് വൺ ആണ് റിട്ടൻഷൻ ഓഫ് ബ്രിട്ടീഷ് കൺട്രോൾ. ബ്രിട്ടീഷ് കൺട്രോളിന്റെ റിട്ടൻഷൻ എന്താണ്? ഡിസ്പൈറ്റ് ഇൻക്രീസ്ഡ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി, ദ ബ്രിട്ടീഷ് ക്രൗൺ മെയിൻറ്റെയിൻഡ് കൺട്രോൾ വിത്ത് ദ ഗവർണർ ജനറൽ ആൻഡ് ഗവർണേഴ്സ് എക്സസൈസിങ് ഡിസ്ക്രിഷണറി അതോറിറ്റി ഇൻ ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ് ആൻഡ് സെക്യൂരിറ്റി. അതായത് എന്നൊക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും എന്താണ് ബ്രിട്ടീഷുകാർ അവരവരുടെ അധികാര പരിധികളൊക്കെ അതേപടി തന്നെ തുടർന്നു കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ അത് കയ്യിൽ വെച്ചിട്ട് മാത്രമേ ഞങ്ങൾ പരിപാടികളൊക്കെ നിൽക്കുള്ളൂ. ഞങ്ങളുടെ അധികാരം കളഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് ഒന്നും ഞങ്ങൾ കൊണ്ടുവരത്തില്ല. ഞങ്ങളുടെ അധികാരങ്ങളൊക്കെ വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്കുള്ള അധികാരങ്ങളൊക്കെ ഞങ്ങൾ തരത്തുള്ളൂ എന്ന് അവർ തീരുമാനിച്ചു. അടുത്തത് എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ. PSC പബ്ലിക് സർവീസ് കമ്മീഷൻ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവർ കൊണ്ടുവന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. എ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആൻഡ് ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ were formed to oversee സിവിൽ സർവീസ് റിക്രൂട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സിവിൽ സർവീസ് റിക്രൂട്ട്മെന്റുകളും അഡ്മിനിസ്ട്രേഷനിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളും ഒക്കെ നടത്തുന്നതിന് വേണ്ടി പബ്ലിക് സർവീസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. എങ്കിലും എന്താണ് അവിടെയും ഒരുപാട് ഡിസ്പാരിറ്റീസ് ഒക്കെ കൊണ്ടുവന്നു. അവിടെ എന്നാലും ഇന്ത്യക്കാർക്ക് നിയമനങ്ങൾ കൊടുക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടുവന്നാലും ഈ പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെ അധികാരത്തിലേക്ക് വരുന്നത് ബ്രിട്ടീഷുകാർ മാത്രമായിരുന്നു. പിന്നീട് അത് മാറ്റമുണ്ടായി. ദെൻ അബോളിഷൻ ഓഫ് ദ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അബോളിഷ് ചെയ്യുക. ദ കൗൺസിൽ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം കൊണ്ടുവന്നിട്ടുള്ള കൗൺസിൽ ഓഫ് ഇന്ത്യയെ എന്ത് ചെയ്യുക?
കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യയെ അബോളിഷ് ചെയ്യുക. അതിനുശേഷം റീപ്ലേസ്ഡ് ബൈ എ ടീം ഓഫ് അഡ്വൈസേഴ്സ് ഫോർ ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു അഡ്വൈസേഴ്സ് ഫോർ ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടീമിനെ റീപ്ലേസ് ചെയ്തെടുത്തു. ദെയർബൈ സെൻട്രലൈസിങ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിനെ സെൻട്രലൈസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു ടീമിനെ കൊണ്ടുവന്നത്. ദെൻ പ്രൊവിഷൻസ് ഫോർ ജോയിന്റ് സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ കൊണ്ടുവരിക. ജോയിന്റ് സിറ്റിംഗ്സ് of the bicameral legislatures are permitted in the event of a legislative deadlock as a means of resolving conflicts between two houses. രണ്ട് ഹൗസസ് ആയിട്ട് തിരിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഹൗസുകൾ തമ്മിൽ ഡിസ്പാരിറ്റീസ് വരാതിരിക്കാൻ, അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, അവർ ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളത് കൊണ്ടുവന്നു. പ്രൊവിഷൻസ് ഫോർ ജോയിന്റ് സിറ്റിംഗ്, ഒരുമിച്ചിരുന്ന് തീരുമാനങ്ങൾ, രണ്ട് ഹൗസുകളും ഒരുമിച്ചിരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള പ്രൊവിഷൻ കൊണ്ടുവന്നു. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസസ് എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഫൗണ്ടേഷൻസ് ഫോർ ഫെഡറലിസത്തിന് ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവന്നു. എസ്റ്റാബ്ലിഷ്ഡ് എ ഫ്രെയിംവർക്ക് ഫോർ ഫെഡറലിസം though it was not fully implemented. This concept later became central to the Indian Constitution. ഫെഡറലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് ഒരു ഫൗണ്ടേഷൻ ഇടുവാൻ, അല്ലെങ്കിൽ ഒരു അടിത്തട്ട് പാകുവാൻ, അല്ലെങ്കിൽ തറക്കല്ല് പാകുവാൻ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കഴിഞ്ഞു. അത് ഫുള്ളി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും, പക്ഷെ അത് പിന്നീട് എന്താണ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഈ ഒരു കോൺസെപ്റ്റ് ആഡ് ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ദെൻ പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്, അബോളിഷ്ഡ് ഡയറാർക്കി ആൻഡ് ഗ്രാൻഡഡ് സിഗ്നിഫിക്കൻറ്റ് കൺട്രോൾ ടു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റ്സ്, എൻഹാൻസിങ് സെൽഫ് ഗവേണൻസ് ആൻഡ് ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ. എന്താണ്, പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റുകളുടെ ഉള്ളിൽ എന്താണ്, ഡയറാർക്കിയുടെ പവർ കൺട്രോളിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ രാജാധികാരത്തിൻ്റെ ഒക്കെ പവേഴ്സ് കൺട്രോൾ കൊണ്ടുപോകുന്നുണ്ട്. പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റുകൾ എന്താണ്, പ്രാദേശിക സ്വയംഭരണങ്ങൾ കൊണ്ടുവരികയും അതോടെ ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ, അഡ്മിനിസ്ട്രേഷനിൽ ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കുവാനും സാധിച്ചു. ദെൻ ഇലക്ട്രൽ ബേസ് എക്സ്പാൻഷൻ എന്താണ്, ഇൻക്രീസ് ദ ഇലക്ടറേറ്റ് ടു എബൌട്ട് 10% ഓഫ് അഡൾട്ട്സ്. പ്രായപൂർത്തിയായവരിൽ 10% ആൾക്കാർക്ക് കൂടി എന്താണ്, വോട്ട് ചെയ്യുവാനുള്ള അവകാശം കൂട്ടിക്കിട്ടി. എനേബിളിംഗ് ഗ്രേറ്റർ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഫോസ്റ്ററിംഗ് ഡെമോക്രാറ്റിക് ഗവേണൻസ്. ജനാധിപത്യ ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു അതിൻ്റെ ഒരു ഭാഗമായിട്ട് 10% പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് ഇൻക്രീസ് ചെയ്യുവാൻ സാധിക്കൂ. അതാണ് ഇലക്ട്രൽ ബേസ് എക്സ്പാൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ബ്ലൂ പ്രിന്റ് ഫോർ ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സ്. എന്താണ്, ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആയി മാറി 1935 ആക്ട് എന്ന് പറയുന്നത്. മെനി ഓഫ് ഇറ്റ്സ് പ്രൊവിഷൻസ് സച്ച് ആസ് പവർ ഡിവിഷൻ, ബൈക്യാമറൽ ലെജിസ്ലേച്ചേഴ്സ് ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ് പ്രൊട്ടക്ഷൻസ് ഇൻഫ്ലുവൻസ്ഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ്. ഇതിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രൊവിഷൻസ് എന്താണ്, പവർ ഡിവിഷൻസ്, അതുപോലെ തന്നെ ബൈക്യാമറൽ ലെജിസ്ലേച്ചേഴ്സ്, മൈനോറിറ്റി റൈറ്റ്സ് പ്രൊട്ടക്ഷൻസ്, അതുപോലെ ഇതൊക്കെ എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ഈ കാര്യങ്ങളൊക്കെ പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്യുവാൻ സാധിച്ചു. എൻകറേജ്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ എന്താണ്, ഫോസ്റ്റേർഡ് ദ റൈസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അവയർനെസ്, പ്രൊവൈഡിങ് എ പ്ലാറ്റ്ഫോം ഫോർ ഇന്ത്യൻ ലീഡേഴ്സ് ടു ഷേപ്പ് ഫ്യൂച്ചർ ഗവൺമെന്റ്. എന്താണ്, പൊളിറ്റിക്കൽ പാർട്ടികൾക്കൊക്കെ അവയർനെസ് കൊണ്ടുവരുവാനും അതുപോലെ തന്നെ ഇന്ത്യൻ ലീഡേഴ്സിന് ഫ്യൂച്ചർ ഗവൺമെന്റിനെ ഷേപ്പ് ചെയ്തെടുക്കുവാനുമുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മുടെ ഈ 1935 ഇന്ത്യ ആക്ട് മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഈ കൊണ്ടുവന്നിട്ടുള്ള 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഇന്ത്യൻ ലീഡേഴ്സ് അതിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്. ക്രിറ്റിസിസം ബൈ ഇന്ത്യൻ ലീഡേഴ്സ് അതിനെ എങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തു പറഞ്ഞു എന്നാണ് നോക്കുന്നത്. ഗവർണർ ജനറൽ ആൻഡ് ഗവർണേഴ്സ് പവേഴ്സ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ആക്ട് കൊണ്ടുവരുന്നതെങ്കിൽ അവിടെ എന്താണ്,
ഒരു ഗവർണർ ജനറലിൻ്റെയോ അല്ലെങ്കിൽ ഗവർണർക്കോ പ്രത്യേക അധികാരത്തിൻ്റെ ആവശ്യമില്ല. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഗവർണർ ജനറൽ എന്ന് പറയുന്നത്, ഗവർണർസ് എന്ന് പറയുന്നതും ആരായിരുന്നു? ഒരിക്കലും ഇന്ത്യൻ പ്രതിനിധികളായിരുന്നില്ല, അത് ബ്രിട്ടീഷ് ഗവർണേഴ്സ് ആയിരുന്നു. അപ്പം ഇങ്ങനെയൊരു ബ്രിട്ടീഷ് ഗവർണേഴ്സിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് പവർ തരുവാണ് എങ്കിൽ ഇന്ത്യൻസിന് അത് ഫുൾ റൈറ്റോടെ തരണം, അല്ലാതെ വേറെ ഒരാൾക്കാരുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഭരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. സോ അതവിടെ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ ആണ് എക്സ്റ്റെൻഷൻ ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ്. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സിൻ്റെ എക്സ്റ്റെൻഷൻ കൊണ്ടുവന്നു. ദ ആക്ട് എക്സ്റ്റെൻഡഡ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്സ് ഡിപ്പെൻഡിങ് ഡിവിഷൻസ് എമംഗ് റിലീജിയസ് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്സ്. കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്സ് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സോഷ്യലി ആൻഡ് റിലീജിയസ്ലി നമ്മളെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് കൊണ്ടുവന്നത്. അതായത് മുസ്ലിംസിന് ഒരു ഇലക്ട്രേറ്റ്, ഹിന്ദുസിനൊരു ഇലക്ട്രേറ്റ്, സോഷ്യൽ ഗ്രൂപ്പുകൾ, അതായത് ഇന്ത്യക്കാരെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു എന്ന് ഇന്ത്യൻ ലീഡേഴ്സ് അത് കണ്ടെത്തി. ദെൻ നെക്സ്റ്റ് വൺ ആണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പം എന്താണ്? ഇറ്റ് ഇമ്പോസ്ഡ് എ റിജിഡ് ഫ്രെയിംവർക്ക് with no provision for amendments by Indian authorities, reserving this power for the British Parliament. എന്താണ്? റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ചുരുങ്ങിയതായിരുന്നു. ഇന്ത്യൻ അതോറിറ്റിക്ക് അവിടെ വലിയ പവറുകളൊന്നുമില്ലായിരുന്നു. പവർ ഫുള്ള് റിസർവ് ചെയ്ത് വെച്ചിരുന്ന ആർക്കാണ്? ബ്രിട്ടീഷ് പാർലമെന്റിനായിരുന്നു. അതിനെ അവരെന്ത് ചെയ്തു? ക്രിട്ടിസൈസ് ചെയ്തു. ആര്? ഇന്ത്യൻ ലീഡേഴ്സ് ക്രിട്ടിസൈസ് ചെയ്തു. ദെൻ ഫോർത്ത് ക്രിറ്റിസിസം ആണ് ഫെയിൽഡ് ഫെഡറേഷൻ ആണ് അവർ കൊണ്ടുവന്നത്. ദ പ്രപ്പോസ്ഡ് ഫെഡറേഷൻ നെവർ മെറ്റീരിയലൈസ്ഡ് ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് സപ്പോർട്ട് ഫ്രം പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഫെഡറേഷൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞുവെങ്കിലും പ്രിൻസ്ലി സ്റ്റേറ്റുകളെല്ലാം എന്താണ്? അതിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ അതൊരു ഫെയിൽഡ് ആണ്. എസ്പെഷ്യലി വിത്ത് വേൾഡ് വാർ സെക്കൻഡ് ലൂമിങ്. സെക്കൻഡ് വേൾഡ് വാറിന്റെ ആ ഒരു കാലഘട്ടത്തോടെ എന്താണ് ഈ ഫെഡറേഷൻ എന്ന് പറയുന്നത് ഒരു നടക്കാത്ത സ്വപ്നം എന്നൊക്കെ പറയാം. അങ്ങനെയാണ് ഇവര് കൊണ്ടുവന്നത് എന്ന് നമ്മുടെ ഇന്ത്യൻ ലീഡേഴ്സ് ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞു. ദെൻ വൈഡ് സ്പ്രെഡ് റിജക്ഷൻ. എന്താണ്? ദ ആക്ട് വാസ് വൈഡ്ലി condemned and rejected by the Indian National Congress and other political groups. ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ഒരേപോലെ റിജക്റ്റ് ചെയ്ത ഒരു ആക്ടാണ് നമ്മുടെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് റെസ്ട്രിക്റ്റഡ് ഫ്രാഞ്ചൈസ്. എന്താണ്? വോട്ടിംഗ് rights remain limited to only 10% of the population based on property, income and education qualifications. എന്താണ് ഈ വോട്ടിംഗ് റൈറ്റ്സ് കൂട്ടി എന്ന് പറഞ്ഞപ്പോഴും എന്താണ് അവിടെ നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളവർക്കും ഇൻകം ഉള്ളവർക്കും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും മാത്രമേ, സാധാരണക്കാർക്കായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തവർക്ക് സ്വത്തില്ലാത്തവർക്കൊന്നും എന്താണ് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അപ്പം ഉയർന്ന തട്ടിലുള്ള ആൾക്കാർക്ക്, ഹൈ ക്ലാസ് പീപ്പിൾസിന് മാത്രമേ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ എന്നവിടെ പറയപ്പെട്ടു. ഇത്രയുമാണ് ഇന്ത്യൻ ലീഡേഴ്സ് കൊടുത്തിട്ടുള്ള ക്രിറ്റിസിസംസ്. ഓക്കെ, സോ ഇതോടെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ടോപ്പിക്ക് മാത്രമേ എടുത്തുള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് ഒറ്റ പാർട്ടായിട്ട് ഫുള്ളായിട്ട് ഇത് പറഞ്ഞത്. ഇത് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ കുറച്ചാണ് ഇതിനെക്കുറിച്ച് പഠിച്ചത്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടില്ല. ഇത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. എല്ലാ കാര്യങ്ങളും ഓർത്ത് പഠിക്കുക, ഷോർട്ട് നോട്ട് എഴുതി വെക്കുക, പോയിന്റ് വൈസ് പഠിച്ചു വെക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കോടെ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് പോപ്പുലർ മൂവ്മെന്റ്സ് ആണ്. ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പോപ്പുലർ മൂവ്മെന്റുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാം ജനറൽ എസ്സേ വരുന്നുണ്ട്. ജനറൽ എസ്സേയിൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റുകൾ 5 സബ്ജക്റ്റുകളുണ്ട്. ആ 4 സബ്ജക്റ്റുകളുണ്ട്. 4 സബ്ജക്റ്റുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ജനറൽ എസ്സേ സെലക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ സെലക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പേപ്പറാണിത്. കാരണം നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കുറച്ചുകൂടെ ഒന്ന് അഡീഷണൽ ആയിട്ട് അതൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ ജനറൽ എസ്സേ എഴുതി നല്ല മാർക്കോടെ പാസ്സാക്കുവാൻ സാധിക്കും. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ക്ലാസ് നന്നായിട്ട് കേട്ട്
പഠിച്ച് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാവുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.